ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പുതിയ ഒരു മെത്തേഡാണ്, അതായത് ഓൺലൈൻ വഴി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ മെത്തേഡാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് nitrio.com എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഈ ഒരു വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്തെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പുതിയൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയോ ഒരു അക്കൗണ്ട് തുടങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ കുറേ നാളൊന്നും നിങ്ങൾക്ക് എന്തായാലും ഫോളോവേഴ്സൊന്നും കിട്ടില്ല. അങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു സെലിബ്രിറ്റി ആവണം, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ആളുകൾ അറിയുന്ന എന്തെങ്കിലും ഏജൻസിയോ മറ്റോ ആയിരിക്കണം. എന്നാൽ മാത്രമേ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഗ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത ഇപ്പോൾ സാധാരണ ഒരാളാണ്, അയാൾക്കിപ്പോൾ ബിസിനസ്സൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അയാൾക്കൊരു ഇൻഫ്ലുവൻസർ ആകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി ഫോളോവേഴ്സ് അയാളുടെ അക്കൗണ്ടിൽ വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചില കമ്പനികൾ അല്ലെങ്കിൽ ഏജൻസികൾ നമുക്ക് നാച്ചുറലായിട്ട് നമ്മളുടെ അക്കൗണ്ട് ഗ്രോ ചെയ്യാനുള്ള ഫോളോവേഴ്സിനെ തരുന്ന ചില കമ്പനീസ് ഉണ്ട്. അതിൽ ഒരു കമ്പനിയാണ് ഈ nitrio.com എന്ന് പറയുന്ന വെബ്സൈറ്റ്. അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫേക്ക് ഫോളോവേഴ്സൊന്നുമല്ല, മറിച്ച് ഇവർക്ക് ഒരുപാട് വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ ഡയറക്ടറീസ് എല്ലാം ഉണ്ടാവും. അത് മുഖേന നമ്മൾ കൊടുക്കുന്ന നമ്മളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇവർ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് നാച്ചുറലായിട്ട് ഗ്രോ ചെയ്യും, യാതൊരു പ്രോബ്ലവും ഇല്ലാതെ റിയൽ ഫോളോവേഴ്സ് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ വരും. നമ്മളെന്തെങ്കിലും പോസ്റ്റൊക്കെ ഇട്ടാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അതിന് റീച്ചും ഗ്രോത്തും ഒക്കെ ഉണ്ടാകും. ആ ഒരു വെബ്സൈറ്റ് ആണ് nitrio.com എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മളെപ്പോലെ ഇപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കോ അല്ലെങ്കിൽ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് ഒരു ഏർണിങ്സ് ലഭിക്കാനുള്ളൊരു മെത്തേഡ് ഇതിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഇതിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന പ്ലാൻ മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. $49 പെർ മന്ത്, അതുപോലെ തന്നെ $79 പെർ മന്ത് ഒക്കെ ഉണ്ട്. എന്നാൽ നമുക്ക് ഇതിലൊരു അഫിലിയേറ്റ് ഓഫർ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രോൾ ഡൗൺ ചെയ്യുക, ഏറ്റവും താഴെ വരിക. ഏറ്റവും താഴെ വരുമ്പോൾ ഇവിടെ ബിക്കം ആൻ അഫിലിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇതിൽ കൊടുത്തിട്ടുണ്ട് വി ഓഫർ 25% ഫ്ലാറ്റ് റേറ്റ് റെക്കറിംഗ് കമ്മീഷൻ ഫോർ ലൈഫ്. അതായത് ഒരു ക്ലയൻറ്റ് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ ആ പ്രൈസിങ് ഡീറ്റെയിൽസ് നമ്മൾ ഒന്നുകൂടി എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതുപോലുള്ള സർവീസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ക്ലയൻറ്റ്സ് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു പാക്കേജ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ അക്കൗണ്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ വൺ ടൈം പേയ്മെൻറ്റിൽ അവർ ചെയ്യുന്നത്, മറിച്ച് റെക്കറിംഗ് ആയിട്ട് ഓരോ മാസവും ഇതുപോലെ പേയ്മെൻറ്റ് ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ റെക്കറിംഗ് ആയിട്ടുള്ള കമ്മീഷൻസ് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ പ്രൊമോട്ട് ചെയ്ത് ഏതെങ്കിലും ക്ലയൻറ്റ് ഇത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അവർ പർച്ചേസ് ചെയ്യുന്നതനുസരിച്ച് നമുക്കും 25% കമ്മീഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓഫറാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ $49 വരുന്ന ഒരു പാക്കേജ് അവർ പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കാം. നമുക്കതിൻ്റെ 25% നമുക്ക് കിട്ടും, $12.25. അവർ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എമൗണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ സ്പീഡ് പാക്കേജുകളുണ്ട്. അതിപ്പോൾ $79 അവർ പർച്ചേസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ 25% നമുക്ക് കമ്മീഷൻ ലഭിച്ചുകൊണ്ടിരിക്കും. 19.7 ഏകദേശം $20 നമുക്ക് ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഓഫേഴ്സ് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു ടെക്നിക്ക് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. യൂട്യൂബും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും നമുക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള രീതിയും ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ അഫിലിയേറ്റ് അക്കൗണ്ടിൽ ഒന്ന് ലോഗിൻ ചെയ്യാം. ഓക്കെ, ജോയിൻ അവർ അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ഒരു ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്, ദെൻ പാസ്വേഡ്. അതിനുശേഷം ഐ എം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന ഈ ഒരു ടിക്ക് മാർക്ക് കൂടി ചെയ്തതിന് ശേഷം സൈനപ്പ് ചെയ്യുക. ഓക്കെ, പാസ്വേഡ് കൊടുക്കുക, ദെൻ സൈനപ്പ് നൗ. ദെൻ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ഇമേജ് വേണമെങ്കിൽ കൊടുത്താൽ മതി. അഡ്രസ്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ പോസ്റ്റൽ കോഡ്. ഇതെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കണം, കാരണം ഇവിടെ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്, എന്തായാലും നിങ്ങൾ കൊടുക്കണം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ഓപ്ഷനിലാണ്. ദെൻ സേവ് കൊടുക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് പേ ഔട്ട് മെത്തേഡാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബിറ്റ് കോയിനായിട്ട് പേ ഔട്ട് ചെയ്യാം, അതുമല്ലെങ്കിൽ എത്തേറിയമായിട്ട് പേ ഔട്ട് ചെയ്യാം. അപ്പോൾ രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഏർണിങ്സ് ലഭിക്കാൻ ഉള്ള ഓപ്ഷൻ, പേ ഔട്ട് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ബിറ്റ് കോയിൻ അല്ലെങ്കിൽ എത്തേറിയം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു അഡ്രസ്സ് നമ്മൾ തീർച്ചയായിട്ടും ആഡ് ചെയ്തു കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വാലറ്റ് അഡ്രസ്സ് എടുക്കാം. ഫോർ എക്സാമ്പിൾ വാസറക്സിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ബിറ്റ് കോയിൻ സെലക്ട് ചെയ്യാം. ദെൻ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് കിട്ടും, ജസ്റ്റ് കോപ്പി ചെയ്യുക. അതുപോലെ തന്നെ എത്തേറിയവും ഇതുപോലെ തന്നെ ഡെപ്പോസിറ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അഡ്രസ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഏതൊരു അക്കൗണ്ട്, ഇപ്പോൾ കോയിൻ ബേസോ CoinDCXോ ഏതൊരു പ്ലാറ്റ്ഫോം വേണമെങ്കിലും നിങ്ങൾക്ക്
അതിൽ നിന്ന് വാലറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് ആയാലും കുഴപ്പമില്ല, അതിൽ നിന്ന് അഡ്രസ്സ് എടുക്കുക. ഇതിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പിന്നെ എപ്പോഴെങ്കിലും കൊടുത്താൽ മതി. അതിനുശേഷം ആഡ് കൊടുക്കുക. ഓക്കെ, നമ്മളുടെ അഫിലിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് ഗ്രാബ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ അസറ്റ്സ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യാം. ഇതായിരിക്കും നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക്. ഇത് എപ്പോഴും കോപ്പി ചെയ്ത് ഒരു നോട്ട് പാഡിലോ മറ്റോ സേവ് ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു ലിങ്കാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി പ്രൊമോട്ടഡ് ആണെങ്കിൽ ഡാഷ്ബോർഡിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. എത്ര ക്ലിക്ക് കിട്ടി, എത്ര കൺവേർഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് എത്ര കമ്മീഷൻ ലഭിച്ചിട്ടുണ്ട്, മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓൾറെഡി പേ ഔട്ട് എല്ലാം നടത്തിയ ആളാണെങ്കിൽ ഇവിടെ പേ ഔട്ട്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ നമുക്കിവിടെ കാണാം. ഈ ഒരു ലിങ്ക് നമ്മളെപ്പോഴും കോപ്പി ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഈ ഒരു സർവീസ് നമ്മളിപ്പോൾ പ്രൊമോട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് ഫസ്റ്റ് മെത്തേഡായിട്ട് ഞാൻ പറയുന്നത് യൂട്യൂബ് തന്നെയാണ്. യൂട്യൂബിൽ ഇപ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങൾ ഹൗ ടു ഗ്രോ ഓൺ ഇൻസ്റ്റാഗ്രാം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് വ്യൂസ് ഉള്ള വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു വീഡിയോ പോലും നമുക്ക് യൂട്യൂബിലൊന്നും അപ്ലോഡ് ചെയ്യാതെ തന്നെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലയൻസിനെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു വീഡിയോ നമുക്ക് എടുക്കാം, ഹൗ ഐ ഡബിൾ മൈ ഇൻസ്റ്റാഗ്രാം ഗ്രോത്ത്. ഇപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ കൂട്ടാനോ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കെല്ലാം അന്വേഷിച്ച് നടക്കുന്ന ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള വീഡിയോസ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കമൻറ്റ് സെക്ഷനിൽ നോക്കിയാലും കാണാൻ സാധിക്കും, ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളും മറ്റും ചോദിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ നല്ലൊരു കമൻറ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ ഒരു അക്കൗണ്ട് ഇതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊബൈലിൽ ഡെസ്ക്ടോപ്പ് വേർഷനിലും ഇത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓരോ കമൻറ്റ്സ് ഇതുപോലെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് ചോദിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് ഡൗട്ട് ചോദിക്കുന്ന ആളുകളുടെ ഓരോ കമൻറ്റ് നിങ്ങൾ എടുത്തു വെക്കുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എബൌട്ട് എന്ന് പറഞ്ഞ സെക്ഷൻ കാണാൻ സാധിക്കും. ഈ എബൌട്ട് സെക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ടിക്ടോക്ക്, അതുപോലെ തന്നെ ട്വിറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാനുള്ള ചില ആളുകൾ ഇമെയിൽ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഇമെയിൽ അഡ്രസ്സാണിത്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അവരെ കോൺടാക്റ്റ് ചെയ്ത് നമ്മളുടെ ഈ ആഡ് അവരിലേക്ക് എത്തിക്കലാണ് അടുത്ത പരിപാടി. ഇപ്പോൾ ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ട്വിറ്റർ എടുക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ട് എടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്വിറ്ററിലെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മെസ്സേജ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ പ്രസ് ചെയ്യാം. ഇനി ഞാൻ തരാൻ പോകുന്ന ഒരു സ്ക്രിപ്റ്റാണ്, ഒരു ചെറിയ സ്ക്രിപ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കോപ്പി ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ്. ഹൗ ടു ഗ്രോ ഓൺ ഇൻസ്റ്റാഗ്രാം, ടൈം ടു ഗെറ്റ് സീരിയസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സെക്ഷനിൽ ഏറ്റവും താഴെ സൈൻ അപ്പ് നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെയാണ് നിങ്ങളുടെ ഈ ഒരു ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഡയറക്റ്റ് ഇതുപോലെ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് ബിറ്റ്ലി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോവുക, അതായത് bit.ly. ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ ലിങ്ക് ഷോർട്ടൺ ചെയ്യുന്ന വെബ്സൈറ്റാണ്. അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ആ ലിങ്ക് കാണുമ്പോൾ ഡയറക്റ്റ് ഈ ഒരു വെബ്സൈറ്റിലേക്കുള്ള ലിങ്കാണെന്ന് തോന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഷോർട്ടൺ ചെയ്യുന്നത്. ദെൻ ക്രിയേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മളിപ്പോൾ ഇവിടെ നിന്നിട്ട് ഈ കോപ്പി ചെയ്ത ഈ ഒരു നമ്മളുടെ അഫിലിയേറ്റ് ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ക്രിയേറ്റ് കൊടുക്കുമ്പോൾ ആ ഒരു ലിങ്ക് ഷോർട്ടൺ ചെയ്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഈ ഒരു കോപ്പി ബട്ടൺ പ്രസ് ചെയ്ത് കോപ്പി ചെയ്യുക. വീണ്ടും നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ നോട്ട് പാഡിൽ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഈ ഒരു ലിങ്ക് വേണം നമ്മൾ സൈൻ അപ്പ് നൗ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ കൊടുക്കാൻ. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഈ കംപ്ലീറ്റ് ടെക്സ്റ്റ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ കംപ്ലീറ്റ് ടെക്സ്റ്റ് ജസ്റ്റ് കോപ്പി ചെയ്യുക. നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ക്ലയൻറ്റിന് ട്വിറ്ററിൽ ഇതുപോലെ മെസ്സേജ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ കൊടുത്തിരിക്കുന്ന ലിങ്കും മറ്റു കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതുപോലെ ഓരോ ക്ലയൻസിനെ നമുക്ക് യൂട്യൂബിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. മറ്റൊരു ക്ലയൻറ്റിന് വേണമെങ്കിൽ എടുത്തു നോക്കാം. ഇതിലും നിങ്ങൾക്ക് കാണാം ട്വിറ്റർ അക്കൗണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. അപ്പോൾ സെയിം മെത്തേഡ് തന്നെ നിങ്ങൾക്ക് ഇതിലും ഫോളോ ചെയ്യാം. ട്വിറ്റർ അക്കൗണ്ടിലേക്ക് പോവുക, അവർക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു മെത്തേഡാണ് ക്ലയൻസിനെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളാണ്. ഗ്രൂപ്പിൽ ചെന്നിട്ട് നമ്മൾ ഇതുപോലെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള അക്കൗണ്ടുകൾ നമുക്ക് കിട്ടും. നല്ല ഫോളോവേഴ്സൊക്കെ ഉള്ള, മെമ്പേഴ്സൊക്കെ ഉള്ള, അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ ആഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുടെ ഒരുപാട്
ഗ്രൂപ്പുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ മാക്സിമം ഗ്രൂപ്പുകളെല്ലാം നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്യുക. ദെൻ ആ സെയിം പ്രോസസ്സ് തന്നെ ഇവിടെയും ഫോളോ ചെയ്യുക. ജസ്റ്റ് കോപ്പി ചെയ്യുക, ടെക്സ്റ്റ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക, ദെൻ പോസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന ആഡ്. ഇപ്പോൾ ആരെങ്കിലും ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഫിലിയേറ്റ് ഓഫറിലേക്കായിരിക്കും റീഡയറക്റ്റ് ചെയ്തു പോകുന്നത്. ഇപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിൽ സൈനപ്പ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 25% നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇതുപോലുള്ള ഓഫേഴ്സ് എല്ലാം പ്രൊമോട്ട് ചെയ്യാൻ. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ലിങ്ക്ഡിൻ ഗ്രൂപ്പുകളിൽ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ലിങ്ക്ഡിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽസ് ഉള്ള ഗ്രൂപ്പുകളാണ്. ലിങ്ക്ഡിനിൽ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ലിങ്ക്ഡിനിലും ഇതുപോലെ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇവിടെ വർക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഗ്രൂപ്പ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല നല്ല ഗ്രൂപ്പിലെല്ലാം ആഡ് ആകാൻ സാധിക്കും. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻസ്റ്റഗ്രാം മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഇൻസ്റ്റഗ്രാം മാർക്കറ്റിംഗ് ഇൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ എടുക്കുക, സെലക്ട് ചെയ്തെടുക്കുക. ഇതെല്ലാം ഇൻസ്റ്റഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ലിങ്ക്ഡിൻ ഗ്രൂപ്പുകളാണ്. ഈ ഗ്രൂപ്പുകളിൽ മാക്സിമം നിങ്ങൾ നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ ജോയിൻ ചെയ്യുക. മാർക്കറ്റിംഗ് ഓൺ ഇൻസ്റ്റഗ്രാം ഫോർ എക്സാമ്പിൾ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. ഇവിടെ ആകെ ചെയ്യേണ്ടത് ഓരോ ഗ്രൂപ്പും ഓപ്പൺ ചെയ്യുക. ചിലതിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം, റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ അവർ അപ്രൂവൽ തരുള്ളൂ. ചിലതിൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇതിൽ മാക്സിമം ഇതുപോലെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി മറ്റുള്ള ഗ്രൂപ്പുകളിലെല്ലാം മെമ്പറാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ ഗ്രൂപ്പുകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ലിങ്ക്ഡിനിൽ. വളരെ പവർഫുള്ളാണ് ഈ ലിങ്ക്ഡിൻ ഗ്രൂപ്പ്സ് എല്ലാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം മാത്രം എടുക്കേണ്ട സോഷ്യൽ മീഡിയ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ടേം സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അത്യാവശ്യം സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം 49,413 മെമ്പേഴ്സ്, അതുപോലെ തന്നെ 10,24,450 മെമ്പേഴ്സൊക്കെ ഉള്ള ഗ്രൂപ്പുകളുണ്ട്. ഇതെല്ലാം വളരെ പവർഫുൾ ഗ്രൂപ്പ്സാണ്. നിങ്ങളാകെ ചെയ്യേണ്ടത് ഇതിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ സെയിം ടെക്സ്റ്റ് തന്നെ ഇവിടെയും പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ താഴെ നിങ്ങൾ കാണുന്ന ഈ ഹാഷ്ടാഗുകൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഹാഷ്ടാഗുകൾ വളരെ യൂസ്ഫുള്ളാണ് ലിങ്ക്ഡിനിലെല്ലാം. മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്, SEO, കോണ്ടൻറ്റ്, അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം താഴെ ഓട്ടോമാറ്റിക് വരുന്ന ഹാഷ്ടാഗുകളെല്ലാം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. കോണ്ടൻറ്റ് മാർക്കറ്റിംഗ്, ദെൻ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ചില ഗ്രൂപ്പുകളിൽ നിങ്ങൾ ഇതുപോലെ വെയിറ്റ് ചെയ്യണം. ഗ്രൂപ്പ് അഡ്മിൻ അവർ അപ്രൂവൽ തന്നാലേ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. മറ്റു ചില ഗ്രൂപ്പുകൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടും ചെയ്യാൻ സാധിക്കും. വേറൊരു ഗ്രൂപ്പ് കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ ഒരു ഗ്രൂപ്പ് വേണമെങ്കിൽ എടുക്കാം. ജസ്റ്റ് ഈ ഒരു സെക്ഷനിൽ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഗ്രൂപ്പുകളൊന്നും ഒരിക്കലും നിങ്ങൾ സ്പാമിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ഈ ഗ്രൂപ്പിൽ പോയി വേറെ ആഡൊന്നും നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്കായി പോകും. അപ്പോൾ സ്പാമിങ് ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ആഡ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ചില ഗ്രൂപ്പുകളിൽ മാത്രം നമ്മൾ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. മറ്റു ചില ഗ്രൂപ്പുകളിൽ ഇൻസ്റ്റൻ്റായിട്ട് ഇതുപോലെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽസ് ഉള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ലിങ്ക്ഡിൻ. ഇതും നമുക്ക് ഈ സെയിം ഓപ്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെയിം അഫിലിയേറ്റ് ഓഫർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതും വേണമെങ്കിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം ഡയറക്റ്റ് ഇൻസ്റ്റഗ്രാമിലൂടെ. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ലിങ്ക് ഒന്നും അധികം യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ അതല്ലാതെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഒരു അഫിലിയേറ്റ് ഓഫർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് മാത്രം ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊമോഷൻ രീതി തന്നെ ഫോളോ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ ഇൻസ്റ്റഗ്രാം അതിനുവേണ്ടി യൂസ് ചെയ്യരുത്. മറിച്ച് ഈ ഒരു ഓഫർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റേഴ്സ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ അവർ ഏതെങ്കിലും ഒരു ഓഫർ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആ ഒരു ഓഫർ മാത്രമാണ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ഇൻസ്റ്റഗ്രാം ഫ്രീ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു അക്കൗണ്ട് നെയിം ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഈ ഇമേജിന് പകരം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇമേജോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ലോഗോയോ മറ്റോ ആയിരിക്കും വരുന്നത്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോർട്ടൺ ചെയ്ത ഈ ബിറ്റ്ലി ലിങ്ക് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ കോപ്പി പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അഫിലിയേറ്റ് ഓഫറിലേക്ക് ട്രാഫിക് ഡ്രൈവ് ചെയ്യാനും സാധിക്കും. കൂടുതൽ കസ്റ്റമേഴ്സിനെ അതിലേക്ക് മാറ്റാനും സാധിക്കും. ഇതുപോലുള്ള ഓഫേഴ്സ് എല്ലാം പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനുവേണ്ടി മാത്രം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുറച്ച് ഇമേജസ് എല്ലാം അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്കും ഇവിടെ കൊടുക്കുക. ഈ ഒരു മെത്തേഡ് ഇൻസ്റ്റഗ്രാമിലൂടെയും നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ യൂട്യൂബ് മെത്തേഡ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ലിങ്ക്ഡിൻ മെത്തേഡ് യൂസ് ചെയ്യുക, പിന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് മെത്തേഡ്,
അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ലിങ്ക്ഡിൻ മെത്തേഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിലൂടെയെല്ലാം നിങ്ങൾക്ക് അഫിലിയേറ്റ് ഓഫേഴ്സിലേക്ക് ട്രാഫിക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഫ്രീ ടൈം ഒരുപാട് ഉള്ള സമയമാണ്. അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് വരെ നിങ്ങൾക്ക് ഈ അഫിലിയേറ്റ് ഓഫേഴ്സ് എല്ലാം ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്കിതിൻ്റെ ഡാഷ്ബോർഡ് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ രണ്ട് ഗ്രൂപ്പിലെല്ലാം പോസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ട്രാഫിക് വന്നത് നിങ്ങൾക്ക് കാണാം. നമുക്കിവിടെ റിപ്പോർട്ടിംഗ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കറൻ്റ്ലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രാഫിക് ഇപ്പോൾ ആരോ നമ്മുടെ അഫിലിയേറ്റ് ഓഫറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങൾ കൂടുതൽ ഗ്രൂപ്പുകളിലെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രാഫിക്കിൻ്റെ എണ്ണവും മറ്റു കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാം. ആരെങ്കിലും പേർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൺവേർഷനും മറ്റു ഡീറ്റെയിൽസും ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിന് പേ ഔട്ട് ലിമിറ്റൊന്നുമില്ല. നമ്മുടെ അഫിലിയേറ്റ് ഓഫർ ആരെങ്കിലും പേർച്ചേസ് ചെയ്ത് അത് അവരുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ബിറ്റ് കോയിനോ അല്ലെങ്കിൽ മറ്റുള്ള വാലറ്റിലേക്കോ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ ആവുന്നതാണ്. വേറെ പേ ഔട്ട് ലിമിറ്റൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും അതിന് വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.